മന്ദിര കൊലപാതക കേസിലെ പ്രതി ജോൺസൺ ഔസേപ്പിനെ താൻ മുന്നും നേരിട്ട് കണ്ടിട്ടുണ്ട്. ഈ വീടിനടുത്തായിട്ട് ഒരു ചായക്കടയുണ്ട്. ഈ ചായക്കടയിൽ വന്നിരുന്ന് ചായ കുടിക്കുന്നതും ഒരുപാട് പ്രാവശ്യം അവിടെ വന്നു പോകുന്നതും, അതായത് ഈ ചായക്കടയിൽ വന്നു പോകുന്നത് കാഴ്ച താൻ കണ്ടിട്ടുണ്ട് എന്നൊരു നിർണായകമായ വെളിപ്പെടുത്തൽ ഒരു പരിചയക്കാരൻ, ഒരു നാട്ടുകാരൻ നമ്മളോട് നടത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് പറഞ്ഞില്ല. അതുകൊണ്ട് പോലീസുകാർ വന്നപ്പോഴാണ് ഇപ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയുന്നത്. ഇത് ഒരു കൊല്ലം കൊണ്ടൊക്കെ ഈ സംഭവം ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ആർക്കും അറിയത്തില്ലേ. പോറ്റിയെ പെണ്ണെ ആരും ഇവിടെ നോക്കാറുമില്ല. കാര്യം പോറ്റിയെ കാണുന്ന പോലെ പെൺകുട്ടിയെ കാണുന്നത്. നല്ല രീതിയിലാണ് എല്ലാവരും സഹകരിച്ചത്. അല്ല വേറെ ഒരു കാര്യം അവരെ പറ്റി പറയാനില്ല. ക്ഷണിച്ചു വരുത്തിയ മരണം അത് അവിടെ ആരുടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വളഞ്ഞിട്ട് ഇതിനെ പോലീസ് പിടിച്ചു ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. ഇവിടെ നിന്ന് എത്ര ആൾക്കാരുണ്ടായിരുന്നു ഇത് കാണാനായിട്ട്? 100 കൂടുതൽ ആൾക്കാർ കൂടെ കാത്തിട്ട് ഈ വേണ്ടം കൊണ്ടുവരണം. പ്രതിയെ കൊണ്ടുവരുന്ന പ്രതിയുടെ ഒരു ബന്ധു കൂടെ ഉണ്ട്. ഇന്ന് അവരെല്ലാം കൂടെ ബസ്സിൽ കൂടെ വന്ന് പ്രതിയുടെ എൻ്റെ അമ്മയും അച്ഛനൊക്കെ ബസ് പോലീസ് സ്റ്റേഷനിലോട്ട് ഇവിടെ തെളിവെടുക്കാൻ വരുമെന്ന് പറഞ്ഞു. അവിടെ വന്നിട്ട് കഴിഞ്ഞ് വരുവാ. അങ്ങനെ എല്ലാവരും കൂടെ ഇവിടെ കൂടിയത്. ഇവിടെ എല്ലാവരും ഒരു 9 മണിയോട് എല്ലാം ഒരു 10-11 മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു. പ്രതി ഇപ്പം എവിടെയാണുള്ളതെന്ന് നിങ്ങൾക്കറിയോ? ഇപ്പം പ്രതി ഇവിടെ എവിടെയാണുള്ളതെന്ന് അറിയില്ല. ഹോസ്പിറ്റലാണെന്നുള്ള കാര്യം മാത്രമേ അറിയാം. അല്ലാതെ പോലീസ് ഇനി കൊണ്ടുവന്നില്ലെന്നുള്ളതെന്ന് അറിയില്ല. പ്രതി കഴിഞ്ഞ ദിവസം വിഷം കഴിച്ചിരുന്നു. അത് വിഷം കഴിച്ചെന്ന് പറയണം. അതിൻ്റെ റിസൾട്ടൊന്നും വന്നില്ലല്ലേ. വന്നതിലെ അതിനെപ്പറ്റി അറിയാവും. ഈ പുള്ളി ഇവിടെ ഈ കട ഉള്ളപ്പോൾ ഒരു 3-5 ദിവസം ഇവിടെ രാവിലെ ചായ കുടിക്കാൻ പറ്റുമായിരുന്നു ഈ പുള്ളി. അപ്പോൾ ഞാൻ ഈ കടയിൽ ചോദിക്കാൻ ഇത് എവിടെ നിന്നൊരു പുതിയൊരു പുള്ളിയാണല്ലോ നമ്മളിവിടുത്തെ. കണ്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ ഡെയിലി രാവിലെ ചായ കുടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ കുറേ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് സിഗരറ്റൊക്കെ വലിച്ചിട്ടാണ് പുള്ളി വെച്ച് പോകും. ഞങ്ങളങ്ങ് പോകും. അപ്പോൾ ഞാൻ ചോദിക്കാൻ അത് പെരുമാറിൽ നിന്ന് വന്നതാണ്. ഇവരെ ചായ എൻ്റെ ചായ എല്ലാം ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഡെയിലി ഇവിടെ വരുന്നത് എന്ന് പറഞ്ഞു. ഈ ഇവിടെ തട്ടാണ്. അവർ സുഖമില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റായിരുന്നു. ഇപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നു. ഇപ്പോൾ ഇത് ഇപ്പോൾ കട അടച്ചിട്ട് ഇപ്പോൾ ഒരു 8 ദിവസമായി. അത് വയ്യാത്തോണ്ട് അതൊക്കെയത് അല്ലെ അവരിവിടെ ഉണ്ടാവും. ഞാൻ രാവിലെ ഒരു 6-6:30 മണിയാകുമ്പോൾ ഇവിടെ വരും. 6-6:30 മണിയാകുമ്പം വരും. 7-8 മണി വരെ ഇവിടെ ഞാൻ ഇവിടെ കാണാം. അതിന് ജോലിക്ക് പോകും. ജോലിക്ക് പോകുന്നവരെ ഇവിടെ കാണും. ഇവിടെ ചായ എത്ര കാലം? ഞാൻ ഒരു 3-4 ദിവസം കൊണ്ടാണ് കാണുന്നത്. ഞാൻ 4 ദിവസം കൊണ്ട് തുറ കണ്ടുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞ് പെരുമാറുള്ളതാണ് ചായ കുടിക്കാൻ പറഞ്ഞാണ്. ഇതേ അവർ പറഞ്ഞു. അവർക്കല്ല വേറെ ഒന്നും അറിയില്ല. ഈ 8 മണി കഴിഞ്ഞാൽ ഇവിടെ ചായ തീരും. പുള്ളി ഇങ്ങനെ ഇരുന്ന് അങ്ങ് ഉറങ്ങും. അവിടെ അവർക്ക് അങ്ങനെ വലിയ നടക്കാൻ പോയി. കാലിലൊക്കെ ഇതായിരുന്നു. എപ്പോഴായിരുന്നു അയാളെ കണ്ടത്? രാവിലെയാണോ വൈകുന്നേരം? രാവിലെ. വൈകിട്ടും നമ്മൾ കണ്ടിട്ടില്ല. രാവിലെ ഈ വരുന്ന സമയത്താണ് ഈ പുള്ളി ഇവിടെ ചായ പിടിക്കുന്നത്. ഞാൻ വരപ്പോഴത്തേക്ക് അപ്പോൾ പുറത്തുനിന്ന് ഒരാളെന്ന രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു? ഞാൻ വന്നപ്പോൾ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലാത്ത ആള്. അപ്പോൾ പറഞ്ഞ് പെരുമാറുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ചായ കുടിക്കാനാണ് വരുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കാനും പോയി. പിന്നെ ടി വിയിൽ കണ്ടപ്പോൾ ആള് അത് തന്നെ. ടി വി കണ്ടപ്പോൾ അതേ ആള് തന്നെ. അപ്പോഴാണ് നമുക്ക് മനസ്സിലായി ഈ ആളാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത്. ഇയാൾ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് മൊഴികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഞാൻ 4 ദിവസം തുടരെ കണ്ടു. 4 ദിവസം കണ്ടോ? അത് അതിന് മുമ്പേ ഞാൻ കണ്ടില്ല. 3-4 ദിവസം ഞാൻ ഇവിടെ നമ്മൾ കണ്ടു. അത്രേ ഉള്ളൂ.